ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇത് കണ്ട് വല്ലാത്തൊരു കൊതിയായിട്ട് ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ കിട്ടൂല ഗൈസ്, ഗതികേട് കൊണ്ട് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് എപ്പോഴും വിശക്കലാണ്. പണ്ടൊക്കെ ആൾക്കാരെന്നോട് പറയും തിന്നു മോളെ ഇപ്പോൾ ആൾക്കാരെന്നോട് മെല്ലെ തിന്നു മോളെ കുറച്ച് തിന്നാണ് പറയല്. ഇത് അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കാനായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ജീരകം എന്നൊക്കെ കൂടിയുള്ളവർ ഇങ്ങനെ മിക്സാക്കി അതിന് കുറച്ച് ടൈമൊക്കെ എടുത്ത് തന്നാലും വേണ്ടിയില്ല. എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ വേറെ പാത്രത്തിലേക്ക് പത്തിരിപ്പൊടീനെ എടുത്തു. എന്നിട്ട് ആ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഈ ഗാർലിക്കും ജീരകവും ഉള്ളിയും ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ആ തിളച്ച വെള്ളം തേങ്ങ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സാക്കണം. ഈ പത്തിരിപ്പൊടിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി അങ്ങനെ അതവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും മറ്റേ വെള്ളം തിളക്കാൻ തുടങ്ങി. അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം അതെടുത്ത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അങ്ങനെ മെല്ലെ മിക്സാക്കി കൊടുത്തു. ആ വെള്ളം 2-3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സാക്കി വന്നിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ അതിനെ കുഴച്ച് സെറ്റാക്കി കുറച്ച് നേരം ആ സൈഡിൽ വെച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കണം എന്നില്ല. എനിക്ക് ആ സമയം കൊണ്ട് ചൂടാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ആ സമയം കൊണ്ട് കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി ഇങ്ങനെ എടുത്ത് അതിനെങ്ങനെ ചോപ്പ് ചെയ്തു. പിന്നെ ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെയാണ്, പേടിക്കേണ്ട, പിൻ്ററായതുകൊണ്ട് ഫ്രീസായി പോയതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസും ഇട്ടു. ആ സ്പൈസസ് ചൂടായി വന്നപ്പോൾ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെയും മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ആ ഉള്ളീൻ്റെ കളർ മാറിയപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ സംഭവിച്ചതെല്ലാം ഹിസ്റ്ററി. ആ പുക വന്ന് ക്യാമറേനെ ഫുൾ മൂടി. പിന്നെ ഞാനതൊക്കെ തുടച്ച് സെറ്റാക്കി വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി തക്കാളി ഒക്കെ വാടിക്കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടിയിട്ട് നല്ലപോലെ ആ മസാലകളിൽ മിക്സാക്കിയിട്ട് അതിലേക്ക് ബീഫും കൂടി ഇട്ടിട്ട് വീണ്ടും എല്ലാം നല്ലപോലെ മിക്സാക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് പൊടി ഇടാൻ മറക്കണ്ട, ഉപ്പ് ഇടാൻ മറക്കണ്ട. ഓക്കെ, എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സാക്കി അതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ മാവിനെടുത്ത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഒരു പാനിലേക്ക് ആ നേരത്തെ വെള്ളത്തിൻ്റെ ബാക്കി കൂടി ഒഴിച്ച് അത് നല്ലോണം തിളക്കാൻ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ ഈ മാവിനെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിക്കുക. പിന്നെ അതിൻ്റെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരിപ്പൊടിയും പിന്നെ തേങ്ങയും മിക്സാക്കിയിട്ട് ഒഴിക്കാനുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, വിശപ്പുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ആഗ്രഹം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഞാനത് ഉണ്ടാക്കി തിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.